ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കുന്നത് തങ്ങളല്ല എന്നുള്ളത് VPS ഗ്രൂപ്പ് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ 19 സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കൈമാറ്റം അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഉള്ളത് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസോർഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ സ്വന്തമാക്കുന്നത്. 120 കോടി രൂപയിലേക്ക് ആദ്യം എത്തിയിരുന്നു. പക്ഷെ അതും നൽകാൻ ഈ കൺസോർഷ്യം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 80-90 കോടി രൂപക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പന നടക്കുക എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവസാന വിലയായിക്കൊണ്ട് ഒരു 80 മുതൽ 90 കോടി രൂപ വരെയുള്ള ഒരു വിലയായിരിക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പേപ്പറിൽ അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പേയ്മെന്റ് ഇപ്പോഴും പെൻഡിങ് ആണ്. ഏതായാലും അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പുതിയ ഉടമസ്ഥർ വന്നതിന് ശേഷമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ആസ്ഥാനം അഥവാ ഹോം ബേസ് എവിടെയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് എവിടെയാണ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങൾ ആയിട്ടില്ല. പുതിയ ഉടമസ്ഥരെ ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത്. ഈ പുതിയ ഉടമസ്ഥരിൽ നോർത്ത് കേരളയിൽ നിന്നുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോർത്ത് കേരള പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പും അതിലുണ്ട് എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ചു പേർ അടങ്ങിയ ഒരു കൺസോർഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ സ്വന്തമാക്കുന്നത്. നോർത്ത് കേരളയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് അവിടെയുണ്ട്, ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് അതിലുണ്ട് എന്നൊക്കെയാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ആരൊക്കെ ചേർന്നുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കിയത് എന്നുള്ളത് ഇനിയും വെളിപ്പെടേണ്ട ഒരു കാര്യമാണ്. VPS ഗ്രൂപ്പ് അല്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.